ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ കോൺട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് മോർ ദാൻ വൺ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് 2 കോൺട്രാക്റ്റ് അല്ലെങ്കിൽ 3 കോൺട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കാം. Sometimes details related to 2 or more contract are given. ഞാൻ പറഞ്ഞ പോലെ ചില ടൈമുകളിൽ ഒന്നോ അതിൽ കൂടുതലോ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഇൻ സച്ച് എ കേസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റീവ്ലി കോൺട്രാക്റ്റ് അക്കൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദി കോളംനാർ ഫോം. നമുക്ക് കോളംനാർ ഫോമിലും എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അതായത് കോളംനാർ ഫോം എന്ന് പറഞ്ഞാൽ ഒറ്റ കോൺട്രാക്റ്റിൽ തന്നെ 2 അപ്പോൾ കോൺട്രാക്റ്റ് എ ആണ് കോൺട്രാക്റ്റ് ബി, ദെൻ കോൺട്രാക്റ്റ് എ കോൺട്രാക്റ്റ് ബി, ഇങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് എയുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബിയുടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് ബേസിൽ അത് കോളംനാർ ഫോമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ദ ഫോളോയിങ് പെർട്ടിക്കുലർ റിലേറ്റഡ് ടു 2 houses വിച്ച് എ ഫേം ഓഫ് ബിൽഡേഴ്സ് ഹാൻഡ് ഇൻ കോഴ്സ് കൺസ്ട്രക്ഷൻ അണ്ടർ കോൺട്രാക്ട്. ഇവിടെ 2 ഹൗസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. ഹൗസ് എയുമുണ്ട്, ഹൗസ് ബിയുമുണ്ട്. ഓക്കെ, നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ 1st April 2020 excluding ₹800 estimated profit which was taken into profit and loss account in 2019-20. ഹൗസ് എക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, 14,000 ആണ് തന്നിട്ടുള്ളത് വർക്കിംഗ് പ്രോഗ്രസ്. ഓക്കെ, ബിക്ക് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടില്ല. പിന്നെ മെറ്റീരിയൽ പർച്ചേസ് 2 ഉണ്ട്, വേജസ് 2 ഉണ്ട്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഉണ്ട്. ദെൻ റോഡ് മേക്കിംഗ് ചാർജസ് ഹൗസ് എക്ക് മാത്രമേ ഉള്ളൂ, ഹൗസ് ബിക്കില്ല. ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് ഇൻക്ലൂഡിങ് റോഡ് മേക്കിംഗ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോൺട്രാക്ട് പ്രൈസ് ആണ് തന്നത്. ഹൗസ് എക്ക് 60,000ഉം 40,000ഉം. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ദ ക്യാഷ് റിസീവ്ഡ് ടു വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈ ചെയ്തതിൽ ക്യാഷ് റിസീവ് ചെയ്ത കേസാണ്. ഹൗസ് എക്ക് 100% കിട്ടിയിട്ടുണ്ട്. ഹൗസ് ബിക്ക് 66 2/3% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദെൻ ക്യാഷ് റിസീവ്ഡ് ടു 31st March 2021 60,000 24,000. വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് ഓൺ 31st March 2021 400 540. ദെൻ കംപ്ലീറ്റഡ് വർക്ക് നോട്ട് സർട്ടിഫൈഡ്, അതായത് അൺസർട്ടിഫൈഡ് വർക്ക് ഹൗസ് ചെയ്യേണ്ടത് മൊത്തം ചെയ്തതായതുകൊണ്ട് അതിന് അൺസർട്ടിഫൈഡ് വർക്കില്ല. ദെൻ ഹൗസ് ബിക്ക് ഉള്ളത് 2,500 രൂപയാണ് നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. വാല്യൂ ഓഫ് പ്ലാന്റ് യൂസ്ഡ് ഓൺ സൈറ്റ് 12,000 ആൻഡ് 6,000. പീരീഡ് ഫോർ which plant remained on the site during the year 10 months and 8 months. Next, the total establishment expenses incurred during the year 2020-21 amounted to rupees 12,214 and are being charged to contract in proportions to wages. Depreciation on plant is provided at a 10% annum. Prepare the 2 contract account in the columnar form for the year ending 31st March 2021. 2 അക്കൗണ്ടിങ്, അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് ഹൗസ് എ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് അക്കൗണ്ടും ഹൗസ് ബി എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് അക്കൗണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോളംനാർ ഫോമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോളംനാർ ഫോമിൽ പ്രിപ്പയർ ചെയ്യുമ്പം ഇതാണ് കോളംനാർ ഫോം. ഒരു പെർട്ടിക്കുലർ കോളം ഉണ്ടാവും. ദെൻ നമ്മൾ ഏതൊക്കെ കോൺട്രാക്റ്റ്, ഹൗസ് എ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റാണ്, ഹൗസ് ബി എന്ന് പറഞ്ഞ നെക്സ്റ്റ് കോൺട്രാക്റ്റാണ്. അപ്പം ഇതൊരൊറ്റ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ 2 കൂടി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കോളംനാർ ഫോം. ഈ ബാക്കി നമ്മൾ സാധാ പോലെ ചെയ്യുന്ന പോലെ ഓരോ ഐറ്റംസും എടുത്തിട്ട് എഴുതാണ് വേണ്ടത്. ഇവിടെ ആദ്യം തന്നെ തന്നിരിക്കുന്നത് ടു വർക്കിംഗ് പ്രോഗ്രസ് എന്നാണ്. കാരണം നമ്മളോട് അത് കഴിഞ്ഞ വർഷത്തതോ 2020 വർക്കിംഗ് പ്രോഗ്രസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹൗസ് എൻ്റെ. അപ്പോൾ 2021 അത് നമ്മൾ എന്ത് ചെയ്യണം? ടു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം, ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഓക്കെ, ഹൗസ് എയിലാണ് 14,800 വന്നിട്ടുള്ളത്. ദെൻ ഹൗസ് എയുടേതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ രണ്ടിനും കൂടി ഒപ്പരം ചെയ്യാം. ഹൗസ് ബിക്ക് നമുക്ക് അങ്ങനെ ഒരു ഐറ്റം ഇല്ലാത്തത് കൊണ്ട് അവിടെ നില്ലാണ്. ദെൻ ഹൗസ് എയിൽ മെറ്റീരിയൽ തന്നിട്ടുള്ളത് 23,000 ആണ്. ഹൗസ് ബിക്ക് ഉള്ളത് 60,600 ആണ്. വേജസ് ഉള്ളത് 20,000 ആണ്, 14,000. ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് 1,400 ആൻഡ് 300. റോഡ് മേക്കിംഗ് ചാർജസ് ഹൗസ് എക്ക് മാത്രമേ ഉള്ളൂ, 8,000. ബിക്ക് ഇല്ല. ദെൻ പ്ലാന്റ് 12,000ഉം ഹൗസിന് ബിക്ക് ഉള്ളത് 6,000ഉം ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് അല്ലേ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് നമ്മളോട് ഒരു റേഷ്യോയിലാണ്, അതായത് വേജിൻ്റെ റേഷ്യോയിലാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദ എക്സ്പെൻസസ് ഇൻക്വയർഡ് ഡ്യൂറിങ് ദ ഇയർ 2020-21 amounted to 12,240 and is to be charged to two contract in proportion to wage. വേജിൻ്റെ ബേസിലാണ് നമ്മളിത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് കൊടുക്കുന്നത്. അപ്പം എത്രയാണ് നമ്മുടെ ചാർജ് മൊത്തം ഉള്ളത്? 12,240 ആണ് അല്ലേ. 12,240നെ 20:14, അതായത് വേജസ് ഇവിടെ 20,000ഉം 14,000ഉം ആണുള്ളത്. അപ്പം നമുക്ക് 20:14 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമുക്ക് ഈ 12,240നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൗസ് എയിലേക്കും ഹൗസ് ബിയിലേക്കും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഏരിയയിൽ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവാണ്. ബൈ വർക്കിംഗ് പ്രോഗ്രസ്. ഇവിടെ ഹൗസ് ബിക്ക് മാത്രമേ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ പറയണുള്ളൂ. ഹൗസ് എക്ക് ഫുൾ വർക്ക് മൊത്തം സർട്ടിഫൈഡ് ചെയ്തതാണ്, 100% കഴിഞ്ഞതായതുകൊണ്ട് നമുക്ക് അത് വേണ്ട. ദെൻ ഹൗസ് ബീൻ്റെത്, ഹൗസ് ബിക്കാണ് നമുക്ക് വർക്ക് സർട്ടിഫൈ ചെയ്യാനുള്ളത്. വർക്ക് സർട്ടിഫൈ ചെയ്യുന്നത് എത്രയാണ്? 66 2/3% ആണ് വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പം ഓക്കെ, വർക്ക് സർട്ടിഫൈ ചെയ്തത് നമ്മൾ റിസീവ് ചെയ്തത് എത്രയാണ്? 24,000 ആണ് വർക്ക് സർട്ടിഫൈ ചെയ്തതിന് ഹൗസ് ബി റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി എത്ര വരുന്നു എന്നുള്ളത് ഇൻറ്റു 100/66 2/3% കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്ക് 36,000 ആണ് വർക്ക് സർട്ടിഫൈഡ് എമൗണ്ട് കിട്ടുക. ദെൻ വർക്ക് അൺസർട്ടിഫൈഡ് ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് ഹൗസ് ബിക്ക് മാത്രമേ ഉള്ളൂ, 2,500 ആണുള്ളത്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഹൗസ് ബിയുടെ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് എത്രയാണ്? 38,500 ആണ്. ഹൗസ് എയുടെ മൊത്തം കംപ്ലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് നമുക്കതിന് വർക്കിംഗ് പ്രോഗ്രസ് ഇല്ലാത്തത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നത് മെറ്റീരിയൽ ഓൺ ഹാൻഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 400ഉം ഹൗസ് ബിക്ക് 540 ആണ്. ദെൻ ആഫ്റ്റർ പ്ലാന്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, പ്ലാന്റ് ഡിപ്രീസിയേഷന് ശേഷമുള്ളതാണ് 10% ആണ് ഡിപ്രീസിയേഷൻ. അത് കഴിഞ്ഞിട്ടുള്ളത് 10% കുറച്ചിട്ടുള്ളതാണ്. അതായത് ഹൗസ് എക്ക് ആണെങ്കിൽ 12,000 10% കുറയ്ക്കണം, ഹൗസ് ബിക്ക് ആണെങ്കിൽ 6,000 10% കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ്? 11,000ഉം 5,600ഉം വരും. ദെൻ കോൺട്രാക്റ്റ് അക്കൗണ്ട്, കോൺട്രാക്റ്റ് പ്രൈസാണ്. കോൺട്രാക്റ്റ് പ്രൈസ് ഇവിടെ ഹൗസ് ചെയ്യേണ്ടത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ചെയ്തത് കോൺട്രാക്റ്റ് ഹൗസ് എ എന്ന് പറഞ്ഞ ഇതിൻ്റെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കോൺട്രാക്റ്റീസ് അക്കൗണ്ട് എഴുതുമ്പോൾ 60,000 ഓൺലി നമ്മൾ ഹൗസ് എക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 40,000 കൂടി ഉണ്ട്, അത് ഹൗസ് ബിയുടേതാണ്. ഹൗസ് ബിയുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ, ആ ഇയർ എൻഡിങ്ങിൽ മാത്രമേ നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസ് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഹൗസ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ 60,000 എഴുതാം. ഹൗസ് ബിയുടേത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ദെൻ നമ്മൾ രണ്ട് ഭാഗവും ഈക്വൽ ചെയ്യാം. അപ്പോൾ ഹൗസ് എയുടെ കേസ് നോക്കുമ്പം ഡെബിറ്റ് സൈഡാണ് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ, ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് 86,400 ആണ് ഹൗസ് എയുടേത്. ദെൻ അപ്പോൾ നമുക്ക് ഇവിടെയാണ് ബാലൻസ് വരുന്നത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഹൗസ് എക്ക് ലോസ് ആണ് വന്നത്, 15,000 ലോസ് വന്നിട്ടുണ്ട്. ഇനി ഹൗസ് ബിയുടേത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്, 44,640. ദെൻ അത് നമ്മൾ ഇവിടെ ഈക്വലൈസ് ചെയ്യണം.
അപ്പോൾ ഈ ഒരു ഡെബിറ്റ് സൈഡിൽ നമുക്ക് ബാലൻസ് വരുമ്പോൾ നമ്മളതിനെ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. അതായത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ് ഉള്ളതുകൊണ്ട് നമുക്കത് നോഷണൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് 2700 ആണ് വന്നത്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് 2700 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതുന്നു, ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ദെൻ അത് ഹൗസ് ബിയുടേതിലാണ് വരിക. അപ്പോൾ ഈ 2700 നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് പകുതിയിൽ കൂടുതൽ വർക്ക് ചെയ്തതുകൊണ്ട് 2/3 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2/3 ഇൻറ്റു എത്രയാണോ ആക്ച്വലി ക്യാഷ് റിസീവ് ചെയ്തത് അത് ഇപ്പോൾ നിങ്ങൾക്ക് 24,000 എന്ന് എഴുതിയാൽ മതി. 24,000 ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് ചെയ്തത് 36,000 ആണ്. 66 2/300 ചെയ്യണമെന്നില്ല. 24,000 ഡിവൈഡഡ് ബൈ 3,000 36,000 ചെയ്താലും 1,200 കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 1,200ഉം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്ക് കൊടുക്കുന്നു. 1,500 വർക്കിംഗ് പ്രോഗ്രസ് റിസർവിലേക്കും കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒന്നോ അതിൽ കൂടുതലോ കോൺട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോളംനാർ ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി 3 കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കോളം കൂടി വരും, ഹൗസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കോളംനാർ ഫോം. ബാക്കിയെല്ലാം നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യുക, നോട്ടിലോട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ആൻസർ എങ്ങനെ വന്നു എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.